അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ADGP MR അജിത് കുമാർ RSS ക്യാമ്പിലെത്തി RSS സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബളയെ കണ്ടതുമായാണല്ലോ ഇപ്പോൾ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നോ? അത് എന്തിനായിരുന്നു? അല്ല, ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ സമൂഹത്തിൽ രണ്ടു തരം ആളുകളുണ്ട് എന്നാണ് അതിന്റെ കാഴ്ചപ്പാട്. ഒന്ന് RSSുമായി ബന്ധപ്പെട്ട ആളുകൾ, രണ്ട് നാളെ RSSുമായി ബന്ധപ്പെടേണ്ട ആളുകൾ. ഞങ്ങള് സംഘപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഞങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും, ഇപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ, തൃശ്ശൂരിലെ DIG RSSന്റെ പരിപാടിയിൽ നേരിട്ട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞാൻ ആ പരിപാടിയുടെ സംഘാടകനായിരുന്നത്. RSSന്റെ പ്രവർത്തനത്തിൽ നേരിട്ട് പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവും എവിടെയുമില്ല. RSSന്റെ സർക്കാര്യവാഹനെ ADGP കാണുന്നതിൽ എന്താ തടസ്സം? കണ്ടിട്ടേ ഇല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചോദ്യം പല പ്രാവശ്യം എന്നോട് ഡിബേറ്റിൽ ചോദിച്ച സമയത്ത് ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, അങ്ങനെ കാണുന്നതിനുള്ള തകരാറെന്താ? ഞാനൊരു ഉദാഹരണം പറയാം. RSSന്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള വ്യക്തിത്വമാണ് മാനനീയ സർസംഘചാലക്. അപ്പോ ആ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത്ജി, അദ്ദേഹം UDFന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, UDFന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, VD സതീശന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള CP ജോണിന്റെ വീട്ടിൽ പോയില്ലേ? അങ്ങോട്ട് പോയില്ലേ CP ജോണിന്റെ വീട്ടിൽ? എന്താ അതിന് കുഴപ്പമില്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ജനാധിപത്യ ഭാരതത്തിൽ ADGPയോ DGPയോ ഇവരൊക്കെ ആരായാലും ശരി, കളക്ടറോ ആരായാലും ശരി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല. RSSോ ഞങ്ങളോ ഇതിങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ പോയി കണ്ടത് VD സതീശൻ പറയുന്നത് പോലെ പിണറായി വിജയന്റെ ദൂതാണ് എന്നുണ്ടെങ്കിൽ ആ ദൂത് തെളിയിക്കേണ്ട ചുമതല VD സതീശനാണ്. അതുകൊണ്ട് ഇതത്ര വലിയ മാരകമായ സംഭവമൊന്നുമല്ല. ഇപ്പൊ അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അടിപോയി. ഇപ്പൊ RSSുമായി ബന്ധമാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അൻവർ ഉന്നയിച്ച കൊലപാതകം കാണാനില്ല, അൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്നില്ല, അൻവർ ഉന്നയിച്ച മാരകമായ ഫോൺ ചോർത്തലിനെ കുറിച്ച് പറയുന്നില്ല, അൻവർ സ്വയം ഫോൺ ചോർത്തിയതിനെ കുറിച്ച് മിണ്ടാട്ടമില്ല. ഇപ്പൊ ആകെ RSSന്റെ സർക്കാര്യവാഹനെ കണ്ടതാ. അത് ഇന്നലെ കണ്ടിട്ടുണ്ടാവും, ഇന്നും കാണും, നാളെയും കാണും. അതിനാർക്കും എതിർക്കാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് നേരിട്ട് അനുഭവമില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ MV ഗോവിന്ദനെ RSSന്റെ ക്യാമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. MV ഗോവിന്ദനെ. എന്താ തെറ്റ്? ഇനി ഞാൻ ഒരു കാര്യം കൂടി, നിങ്ങൾ ഇനി എന്നോടൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആയിരിക്കുന്ന വേളയിൽ അദ്ദേഹം തൃശ്ശൂരിൽ ഉണ്ട്, പൂരം നടക്കുന്ന അല്ലെങ്കിൽ പൂരം കുളമാകുന്ന വേളയിൽ. ആ പൂരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കൂടിക്കാഴ്ചയെ ക്ലബ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ RSSൽ അല്ലെങ്കിൽ RSSന്റെ പോഷക സംഘടനകളിൽ അംഗമല്ലാത്ത ഒരാൾ ആ ക്യാമ്പിലേക്ക് ക്ഷണം സ്വീകരിച്ച് വരുന്നതിനകത്തൊന്നും ആരും തെറ്റു പറയുന്നില്ല. പക്ഷേ ഇത് പൂരവുമായി ക്ലബ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. പൂരം കലക്കാനുള്ള ഒരു ഗൂഢാലോചന ഈ ഒരു ബന്ധത്തിലൂടെ, RSS ADGP ബന്ധത്തിലൂടെ അവിടെ നടപ്പായി എന്നുള്ളതാണല്ലോ ആരോപണം. അതിനുള്ള മറുപടി എന്താണ്? അതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ? അതൊരു രാഷ്ട്രീയ ഉത്തരമാണ് വേണ്ടത്. ഞാനൊരു സിമ്പിൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. RSS വിചാരിച്ചാൽ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതിനൊക്കെ നല്ലത് രാജിവെച്ചു പോവാണ്. പിന്നെ CPIയുടെ സുനിൽകുമാറും CPI ബിനോയ് വിശ്വവും പറയുന്നത് ഇത് നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ പൂരം കലക്കി എന്തായാലും RSSകാര് അവരുടെ ഗണേശത്തിൽ വന്നിട്ടല്ലല്ലോ, പോലീസാണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പൊ RSSന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പോലീസ് എന്നുണ്ടെങ്കിൽ അവര് ഈ പിണറായി വിജയന് പിന്തുണ കൊടുക്കാതെ രാജിവെച്ച് വെളിവരാൻ പറ. അതല്ലേ അതിന്റെ മാന്യത. ആ മാന്യതയാണ് അവർ കാണിക്കണ്ടേ. ആരോപണം ഉന്നയിച്ച് ഞങ്ങളുടെ മെക്കട്ടറിക്ക് വരണ്ട. ഞങ്ങള് RSSും BJPയും കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ പോലീസിന്റെ കൺട്രോൾ RSSന്റെയും BJPയുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഇവരെന്തിനാ പ്രവർത്തിക്കുന്നെന്ന്? ഇവര് രാജിവെച്ച് വരാൻ പറ. അതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളിതെല്ലാം എല്ലാവരെയും കാണാനും എല്ലാവരുടെ സ്വാധീനം ഉണ്ടാക്കാനും എല്ലാ അർത്ഥതലങ്ങളിലും ഞങ്ങൾ ശ്രമിക്കും. അത് തടയാൻ താല്പര്യമുള്ളവർ തടഞ്ഞോട്ടെ.
അതിലെന്താ തെറ്റ്? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അതായത് അദ്ദേഹം ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാൻ ഭാരതിയുടെ അന്നത്തെ ഭാരവാഹിയായിരുന്ന RSSന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ സഹപാഠി കൊണ്ടുവന്ന കാറിൽ അല്ലെങ്കിൽ അദ്ദേഹം ഓടിച്ച കാറിൽ ആണ് അവിടേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു കൂടിക്കാഴ്ച താങ്കൾ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുമുണ്ട്. ഇതെല്ലാം ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ഒക്കെ ലഭിച്ചതാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത റിപ്പോർട്ടായതുകൊണ്ട് നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാനും കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണോ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ചോദ്യം. കാരണം ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ വിശ്വസ്തനാണ്. അവരിരുവരും അറിയാതെ ഈ കൂടിക്കാഴ്ച നടക്കുമോ എന്നതാണ് ചോദ്യം. അവിടെയാണ് ഈ രാഷ്ട്രീയമായുള്ള ഒത്തുതീർപ്പുകൾ, അതിനൊക്കെയുള്ള ഒരു പാലമായി ADGP മാറിയോ എന്നുള്ളത് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ADGP തന്നെയാണ് VD സതീശനും ADGP തന്നെയാണ് ഈ വാർത്ത കൊടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ADGP ആണ് ഇങ്ങനൊരു കൂടിക്കാഴ്ചയുടെ പിന്നിൽ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയെന്ന് കാരണം VD സതീശനുമായി ADGPക്ക് നല്ല ബന്ധമാണ്. അങ്ങനെ ആയിക്കൂടെ? കാരണം പിണറായി വിജയൻ ഇനി ഒരു അക്ഷരം പോലും ADGPക്കെതിരെ ചെയ്യാൻ പറ്റില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കും ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ADGP ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ ഈ മന്ത്രിസഭ. അപ്പോ അങ്ങനെ പറയുന്ന ഒരാളല്ലോ MR അജിത് കുമാർ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറയുന്ന ഒരാളല്ലോ MR അജിത് കുമാർ. ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങളോട്, ഒരക്ഷരം പോലും ഇനി ഈ ഗവൺമെന്റിനോ ഈ സംസ്ഥാന CPMനോ ADGPയെ തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ലോക്കിൽ ADGP കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. എന്റെ ആദ്യത്തെ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും ഞങ്ങളല്ല പറയണ്ടേ, ഞങ്ങൾ എല്ലാവരെയും കാണും, ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കും, ഞങ്ങൾ RSSന്റെ ക്യാമ്പിൽ അങ്ങനെ കൂടിക്കാഴ്ച മാത്രമല്ല, VD സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് പല കേസുകളിലും സഹായം കിട്ടി എന്നതുകൂടി അദ്ദേഹം ആരോപണമായി അല്പസമയം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ADGP MR അജിത് കുമാർ താങ്കളുടെ പാർട്ടിയുടെയും താങ്കളുടെയും ഒക്കെ സ്വന്തമാണ് എന്നതിലേക്കല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയായിട്ട് ADGPക്ക് ബന്ധമില്ലേ? അൻവർ പറഞ്ഞല്ലോ എല്ലാവരുടെയും ആളാണ്. എന്താ സംശയം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മനുഷ്യൻ ഈ ADGP എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. അങ്ങനെ വേണമല്ലോ, പോലീസ് ആയാൽ അങ്ങനെ വേണ്ടേ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം ആളാകേണ്ടതുണ്ടോ? അപ്പൊ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പിന്നെ RSSന്റെ ആളെ കണ്ടതിന് എന്തിനാ എത്ര വലിയ ബഹളം വെക്കുന്നത്? RSSന്റെയും ആളാണ്, CPIMന്റെയും ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. RSSന്റെയും ആളാണ്, BJPയുടെയും ആളാണ്, കോൺഗ്രസിന്റെയും ആളാണ്, CPIMന്റെയും ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും കൂടി ചേർക്കാനുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയും ചില മാധ്യമ ആൾക്കാരുടെയും സുഹൃത്താണ് അദ്ദേഹം. അത് ഞാൻ ഇവിടെ തെളിവ് തരാം. ശരി, റിപ്പോർട്ടറുടെ അടക്കം തെളിവാണ് ഞാൻ തരാം. ഇദ്ദേഹവും റിപ്പോർട്ടറിലെ പ്രധാനപ്പെട്ട ഒരാളും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ തരാം. അദ്ദേഹം എല്ലാവരുടെയും ബന്ധമുണ്ടെന്ന്. ഇത് ഞാൻ ചോദിക്കട്ടെ, PV അൻവർ ഉന്നയിച്ച മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് RSSന്റെ കാര്യാലയത്തിൽ ഇദ്ദേഹം വന്നതാണ് ഇപ്പൊ വലിയ വിഷയം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. താങ്കൾ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതൃത്വവുമായി ചർച്ച നടത്തി ഒരു ഡീൽ ഉണ്ടാക്കി, അതാണ് ആരോപണം. അത് താങ്കൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് എനിക്കറിയാം. അതാണ് ആരോപണം. ആരോപണം ഉന്നയിച്ചവരാണ് അത് വെളിവിടണ്ടേ. VD സതീശനാണ് ഉന്നയിച്ചത്. അത് വെളിവിടട്ടെ. ഞാൻ അതിന് ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ? എന്റെ ഉത്തരം വളരെ സ്പഷ്ടമല്ലേ? എന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ്. ADGPക്ക് അവകാശമുണ്ട്, ADGP കാണും. ഞങ്ങൾ ADGP അല്ല DGPയെ ഞങ്ങളുടെ ക്യാമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അത് ഞങ്ങളുടെ പ്രവർത്തനമാണ്. MV ഗോവിന്ദനെ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ഞങ്ങളുടെ പ്രവർത്തനമാണ്. അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ പ്രവർത്തന താല്പര്യമാണ്. ഞങ്ങൾ അത് ചെയ്യും. ഓക്കെ, അതൊരു രാഷ്ട്രീയ മറുപടിയാണ്. ഇക്കാര്യത്തിൽ VD സതീശൻ പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് ഈ കൂടിക്കാഴ്ച നിഷേധിച്ചു കഴിഞ്ഞാൽ തെളിവ് പുറത്തുവിടാമെന്നാണ്. അപ്പോൾ അദ്ദേഹം തെളിവ് പുറത്തുവിടട്ടെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ. വളരെ നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ.